നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഡോമിനേറ്റിംഗ് എവറിത്തിങ്. എവേ മത്സരങ്ങളിൽ മാത്രം അവർ കാണിച്ചിരുന്ന ആധിപത്യം ഹോം മത്സരങ്ങളിൽ കൂടി കാണിക്കുകയാണ് RCB. ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെതിരെ തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. 20 ഓവറുകളിൽ 205 റൺസ് അടിച്ചു. എതിരാളികളെ 194 ഒതുക്കി. ബാറ്റിങ്ങിൽ വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും ഹീറോകളായെങ്കിൽ കളി തിരികെ പിടിച്ചുകൊണ്ട് വിജയത്തിലേക്ക് കൊണ്ടുപോയി യഥാർത്ഥ ഹീറോയായി ജോഷ് ഹേസൽവുഡ് മാറി. അതിനെ വിരാട് കോഹ്ലി അംഗീകരിക്കുന്ന ആ ഒരു മനോഹരമായ ദൃശ്യം കളി കഴിഞ്ഞിട്ട് ജോഷ് ഹേസൽവുഡിന് അദ്ദേഹം ഇങ്ങനെ എടുത്തുയർത്തുന്ന ഒരു രംഗമുണ്ട്. അതിലെല്ലാം ഉണ്ട്. അതാണ് കിങ് കോഹ്ലി. ടീം വിജയിക്കുമ്പോൾ, ടീമിനു വേണ്ടി എല്ലാം സമർപ്പിക്കുമ്പോൾ അദ്ദേഹം അത് വല്ലാതെ ആസ്വദിക്കുന്നു. യഥാർത്ഥ ഹീറോകളെ അദ്ദേഹം അംഗീകരിക്കാനും മടിക്കുന്നില്ല. അതിൻ്റെ ഫലമാണ് RCBയുടെ ഈ ഒരു ആധിപത്യം എന്ന് തന്നെ പറയണം. ഇന്നലത്തെ അവരുടെ വിജയത്തോടുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിയിരിക്കുകയാണ് പോയിന്റ് പട്ടിക. 3 ടീമുകൾക്ക് 12 പോയിന്റുകളുണ്ട്, 3 ടീമുകൾക്ക് 10 പോയിന്റുകളുണ്ട്, 3 ടീമുകൾ 4 പോയിന്റുകളുമായിട്ട് അടിവാരത്ത് നിൽക്കുന്നു. ഒരു ടീം അതിനിടയിൽ 6 പോയിന്റുമായിട്ട് നിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ പോയിന്റ് പട്ടിക. എന്ന് മാത്രമല്ല, 4 ടീമുകൾ 9 മത്സരങ്ങൾ കളിച്ചതിൽ 2 ടീമുകൾ ടോപ്പ് 4-ൽ തന്നെയുണ്ട്. ബാക്കി 2 ടീമുകൾ ബോട്ടം ഹാഫിലാണ് ഇരിക്കുന്നത്. കളി എങ്ങോട്ടേക്കും മാറാം എന്ന രൂപത്തിൽ തന്നെ ഇപ്പോഴും പോകുന്നു. പക്ഷേ ആധിപത്യം പുലർത്തുന്നു ഈ ടോപ്പ് 4-ലെ ടീമുകൾ എന്നുള്ളത് പറയാതെ വയ്യ. മുംബൈ ഇന്ത്യൻസ് തുടർച്ചയായ 4 മത്സരങ്ങൾ വിജയിച്ചാണ് വരുന്നത്. RCB എവേ മത്സരങ്ങളെല്ലാം തച്ച് തകർത്ത് തരിപ്പണമാക്കി ഇപ്പോൾ ഹോം മത്സരത്തിലേക്കും ആധിപത്യം മാറ്റുന്നു. ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റവും അധികം കൺസിസ്റ്റൻസിയോടുകൂടി ഈ ടൂർണമെൻറ്റ് കളിച്ചും പോകുന്നു. ഇതാണ് ടോപ്പ് 4-ൻ്റെ പ്രത്യേകത. അവരെ പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ശരിയാണ്, പഞ്ചാബ് കിങ്സിനും ലക്നൗ സൂപ്പർ ജയൻസിനുമൊക്കെ 10 വീതം പോയിന്റുകളുണ്ട്. അവർക്കും കളി പിടിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ താഴേക്കിടയിൽ നിൽക്കുന്നവർക്ക് ചെന്നൈ സൂപ്പർ കിങ്സിന്, സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഒക്കെ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ കളികളും വിജയിച്ചേ പറ്റൂ എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. അതേസമയം രാജസ്ഥാൻ റോയൽസിൻ്റെ വഴി ഏതാണ്ട് അടഞ്ഞ മട്ടാണ്. പോയിന്റ് പട്ടിക പരിശോധിക്കാം. ഇന്നലത്തെ RCBയുടെ വിജയത്തോടുകൂടി മുംബൈ ഇന്ത്യൻസ് 3-ാം സ്ഥാനത്ത് നിന്ന് 4-ാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. RCB ഇതാ 3-ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു. നിലവിൽ ഗുജറാത്ത് ടൈറ്റൻസ് 8 കളികളിൽ നിന്ന് 12 പോയിന്റ്, 1.10 നെറ്റ് റൺ റേറ്റോടെ അവർ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഡൽഹി ക്യാപിറ്റൽസ് 8 കളികളിൽ നിന്ന് 12.0.66 നെറ്റ് റൺ റേറ്റോടെ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 9 കളികളിൽ നിന്ന് 12.0.48 നെറ്റ് റൺ റേറ്റോടെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ആ 3 ടീമുകൾക്കാണ് 12 പോയിന്റുകൾ. ഇനി 10 പോയിന്റുള്ള 3 ടീമുകൾ. മുംബൈ ഇന്ത്യൻസ് 9 കളികൾ 10 പോയിന്റ്, 0.67 നെറ്റ് റൺ റേറ്റോടെ അവർ 4-ാം സ്ഥാനത്ത് നിൽക്കുന്നു. പഞ്ചാബ് കിങ്സ് 8 കളികൾ 10 പോയിന്റ്, 0.18 നെറ്റ് റൺ റേറ്റോടെ അവർ 5-ാം സ്ഥാനത്ത് നിൽക്കുന്നു. LSG 9 കളികൾ 10 പോയിന്റ്, -0.05 നെറ്റ് റൺ റേറ്റോടെ അവർ 6-ാം സ്ഥാനത്ത് നിൽക്കുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 8 കളികളിൽ നിന്ന് 6 പോയിന്റ്, അവരാണ് 7-ാം സ്ഥാനത്ത്. രാജസ്ഥാൻ റോയൽസിന് 9 കളികളിൽ നിന്ന് 4 പോയിന്റേ ഉള്ളൂ, -0.62 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് 8 കളികൾ 4 പോയിന്റ്, -1.36 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. ചെന്നൈ സൂപ്പർ കിങ്സ് 10-ാം സ്ഥാനത്ത് 4 പോയിന്റ്, -1.39 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. സോ കാര്യങ്ങൾ ചിത്രം വ്യക്തമാവുകയാണ്. താഴെയുള്ളവർക്ക് മുന്നോട്ട് കയറുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. രാജസ്ഥാൻ റോയൽസിന്റെ കാര്യം കഷ്ടത്തിലാണ്. എന്നാൽ മുംബൈ ഇന്ത്യൻസും RCBയും ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും ഒക്കെ ആധിപത്യത്തോടു കൂടി മുന്നോട്ട് കുതിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.